ഇപ്പോൾ സ്ഥലത്ത് അതായത് ഈ അപകടം നടന്ന സ്ഥലത്തെ കച്ചവടക്കാരനായിട്ടുള്ള മഹേഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മഹേഷ്, അങ്ങ് അപകടം കണ്ടിരുന്നു. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എന്താണ് അവിടെ നമുക്ക് അവിടെ നിന്ന് വിവരങ്ങളൊന്നും അധികം ലഭ്യമാവുന്നില്ല. എന്താണ് ഉണ്ടായത്? അല്ല, ഞാൻ കട ഒരു എത്ര മഴയാണ്ട് എത്രയായിട്ടാണ് കട അടച്ചു. ഞാൻ വന്ന് വീട്ടില് കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഴയായതുകൊണ്ട് ഞാൻ സൗണ്ടൊന്നും കേട്ടില്ല. എന്നെ വേറെ കൗൺസിൽ വിളിച്ച് പറയുമ്പോഴാണ് ഞാനത് വെളിയിലോട്ട് ഇറങ്ങി അന്വേഷിക്കുന്നത്. അടുത്തുള്ള കടക്കാർ പോലും ശരിക്കും പറഞ്ഞാൽ ഈ ഒച്ചയും ഇതൊന്നും കേട്ടില്ല. പോലീസും ഇതുമെല്ലാം വന്നതിന് ശേഷമാണ് അടുത്തുള്ള കടകൾക്ക് പോലും അറിഞ്ഞു. ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും അതുപോലൊരു ശബ്ദമോ ബഹളങ്ങളോ ഒന്നും കേട്ടില്ല. എന്തായാലും വലിയൊരു ദുരന്തമാണ് നടന്നിരിക്കുന്നത്. 5 കുട്ടികളാണ് മരിച്ചെന്നാണ് പറയുന്നത്. 3 പേരെ കൊണ്ടുപോയ ഒരാൾ വന്നപ്പോഴാണ് പറയുന്നത് 3 പേര് സ്പോട്ട് മരിച്ചിട്ടുണ്ടെന്നാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് മുമ്പേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. 3 പേരുടെ മരണം അപ്പോൾ തന്നെ സംഭവിച്ചു എന്നാണോ? ഉടനെ എടുത്ത പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് 3 പേര് സ്പോട്ടിൽ മരിച്ചു തന്നെ എടുത്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ന്യൂസ് കേട്ടത് ഇപ്പൊ 5 പേര് മരിച്ചെന്നുള്ള രീതിയിലാണ് വീണ്ടും പറയുന്നത്. ഇവിടെ നല്ല മഴയായതുകൊണ്ട് അങ്ങോട്ട് ആളുകൾ അറിഞ്ഞും കേട്ടും വരുന്നതേ ഉള്ളൂ. ആളുകളുണ്ട് അവിടെ, പോലീസ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആംബുലൻസ് എല്ലാം ഉണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിനെ പറ്റി എന്തെങ്കിലും അങ്ങേക്ക് അറിയുമോ ശ്രീ മഹേഷ്? അതായത് അങ്ങനെ ഐഡിയ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫേസിലൂടെ ഒന്ന് വണ്ടി കയറി വരാം, ഹൈവേയിലേക്ക് കയറി വരാം. പിന്നെ നമുക്ക് ബൈപ്പാസിലേക്ക് പോകാനൊരു പോക്കറ്റ് റോഡുണ്ട്, അവിടുന്ന് ബൈക്കും കാറും എല്ലാം കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇവര് തെക്കിന്ന് വടക്കോട്ട് ആലപ്പുഴ ടൗണിലോട്ട് പോയ സമയത്ത് ഒന്നെങ്കിൽ ഫേസിലൂടെ ഏതെങ്കിലും വണ്ടി കയറി വരാം, അതല്ലെങ്കിൽ ആ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരുന്ന സമയത്ത് അവർ വെട്ടിച്ച് നിയന്ത്രണം വിട്ട് നേരെ ഡയറക്റ്റ് കൊണ്ട് ഇടിച്ചിരിക്കുക. അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു ഇതല്ല, നേരെ കൊണ്ട് വണ്ടി ഇടിച്ചങ്ങ് കയറുമായിരുന്നു. ആ ഒരു ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ കൊണ്ട് തോന്നുന്നത്. അല്ലെങ്കിൽ അത്ര അപകടം വരേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ സാധ്യമായിരുന്നു അവിടെ? ആളുകളെല്ലാം അപ്പം തന്നെ വന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആളുകളൊക്കെ പെട്ടെന്ന് വരികയും പോലീസിനെ അറിയിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു. പിന്നെ ജനറൽ ഹോസ്പിറ്റലൊക്കെ വളരെ അടുത്തല്ലേ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനേക്കാളും അടുത്താണ് ജനറൽ ഹോസ്പിറ്റൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ വെട്ടിപ്പൊളിച്ചൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി ഒക്കെ. പക്ഷെ എന്തായാലും വലിയ ദുരന്തമായതുകൊണ്ടാണ് ഇത്ര ആള് അപകടം സംഭവിച്ചു, മരണം സംഭവിച്ചു.